ഒടുക്കം ലാലേട്ടനെ വരുത്തിച്ചു. അനുമോൾക്കും ജിസേലിനും കണക്കിന് കിട്ടി. മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് ആര്യനും നവീനും താക്കീത്. അസംതൃപ്തനായാണ് ലാലേട്ടൻ വീട്ടിലെത്തിയത്. ബിഗ് ബോസിനെ പോലും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനമില്ലാത്ത തരം പ്രവർത്തനങ്ങളാണ് ആര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധാരണ ശനി ഞായർ ദിവസങ്ങളിലാണ് മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും കാണാനെത്തുന്നത്. എന്നാൽ ഇപ്രാവശ്യം ആ പതിവ് തെറ്റിച്ചു. അവസാനം ലാലേട്ടൻ വന്നു പോയതിനു പിന്നാലെ വീട്ടിൽ വലിയ തർക്കങ്ങളും വഴക്കുകളും ഇറങ്ങിപ്പോക്കുകളും അരങ്ങേറിയതോടെ ആവാം അദ്ദേഹം ഈ ആഴ്ച നേരത്തെ എത്തിയത്. പ്രധാനമായും അനുമോൾക്കെതിരായ പരാതികളും അനുമോൾ വീടിനകത്തുണ്ടാക്കിയ പ്രശ്നങ്ങളുമൊക്കെയായിരുന്നു വിഷയം. ജിസേൽ, നവീൻ, ആര്യൻ എന്നിവർക്ക് എതിരായ പരാതികളും ഇവർ ബിഗ് ബോസ് വീട്ടിൽ ഒരാഴ്ചയായി കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളുമൊക്കെ ലാലേട്ടൻ വ്യക്തമായും വിമർശനാത്മകമായും ഉന്നയിച്ചു. അനുമോൾ ജസീലിൻ്റെ ലിപ്സ്റ്റിക് തുടക്കാൻ ശ്രമിച്ചത് വഴി നടന്ന അതിക്രമവും എല്ലാവരും അനുമോളെ ടാർഗറ്റ് ചെയ്തതുകൊണ്ട് ആക്രമിക്കുന്ന സംഭവങ്ങളെല്ലാം ഇന്ന് വീട്ടിൽ ചർച്ചയായി. ഇവരുടെ പ്രകടനത്തിൽ വളരെ സംതൃപ്തനായാണ് ലാലേട്ടൻ വീട്ടിലെത്തിയത്. ബിഗ് ബോസിനെ പോലും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനമില്ലാത്ത തരം പ്രവർത്തനങ്ങളാണ് ആര്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ എല്ലാവരും കാത്തിരുന്നത് അനുമോളും ജിനുമായുള്ള പ്രശ്നത്തിനെ കുറിച്ചാണ്. അനുമോൾക്കെതിരെ തങ്ങളുടെ ഓരോ പരാതിയും എണ്ണിപ്പറയാൻ കാത്തുനിന്ന മത്സരാർത്ഥികൾക്കും തിരിച്ചറിവ് കിട്ടിയ ദിവസമായിരുന്നു ഇന്നലെ. താൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ബിഗ് ബോസ് പറഞ്ഞതുപോലെ എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ബിഗ് ബോസിനെ അനുസരിച്ചാണോ എന്ന് മോഹൻലാലിന്റെ മറുചോദ്യത്തിൽ അനുമോൾക്ക് ഉത്തരമില്ലാതെയായി. എന്നാൽ തന്നെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നതിനെക്കുറിച്ച് അനുമോൾ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് മോഹൻലാലിനും ബോധ്യപ്പെട്ടു. അൻവർ പാട്ടുപാടിയും മറ്റുള്ളവർ പല അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയും അനുമോളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് വീട്ടിലെ മറ്റാളുകളും സമ്മതിച്ചിരുന്നു. ഷാനവാസും അനീഷും കാര്യത്തിൽ അനുമോളെ പിന്തുണച്ചു. ശരത്തിൽ നിന്നും അനീഷിൽ നിന്നും ആര്യനിൽ നിന്നുമെല്ലാം അനുമോൾ പലപ്പോഴായി നേരിടേണ്ടി വന്നിട്ടുള്ള ഒറ്റപ്പെടലുകൾ തങ്ങൾക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണെന്നും ഇവർ മോഹൻലാലിന് മുൻപാകെ വ്യക്തമാക്കി. ഇപ്പോഴും അനുമോളിനോട് ചെയ്ത പ്രവൃത്തിയെ വീട്ടിലെ ആരും തന്നെ ന്യായീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അനുമോൾക്കും ജിസേലിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ലാലേട്ടൻ എല്ലാവരോടുമായി പറഞ്ഞു. നിങ്ങൾക്കിതൊരു സോറി പറഞ്ഞ് തീർത്തുകൂടെയെന്ന് അവരോട് തന്നെ അദ്ദേഹം ചോദിച്ചു. ഇതിന് തയ്യാറാണെന്ന് രണ്ടുപേരും സമ്മതിച്ചതോടെ ഇരുവരും കെട്ടിപ്പിടിച്ച് തങ്ങളുടെ വഴക്ക് അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഇത് എല്ലാവരും കയ്യടികളോടെ തന്നെയാണ് സ്വീകരിച്ചത്. ഇനി ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുത് എന്നും ആവർത്തിക്കപ്പെട്ടാൽ ബിഗ് ബോസ് അതിനെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത്.